കാലവർഷത്തോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി. ജില്ലയിലെ 148 ഇടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവശ്യഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളായെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ജില്ലയിൽ 148 ഇടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവശ്യഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളായിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും പങ്കെടുത്ത കാലവർഷത്തോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. മഴക്കാലത്ത് ഒരു ജീവൻ പോലും പൊലിയാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ക്യാമ്പുകളിലേക്ക് മാറാൻ സജ്ജരാകണം. മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബങ്ങളുടെ ലിസ്റ്റിൽ കുട്ടികൾ, ഗർഭിണികൾ, വയോജനങ്ങൾ എന്നിവർക്ക് മുൻതൂക്കം നൽകണമെന്നും കളക്ടർ വ്യക്തമാക്കി. ജില്ലയിലെ ഹോട്ട്സ്പോട്ടായ ബേവിഞ്ച, ദേശീയപാതയിൽ അപകട സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങളായ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൃത്യസമയത്ത് തന്നെ തുറക്കണമെന്നും കളക്ടർ പറഞ്ഞു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള വലിയപറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും നിർദ്ദേശിച്ചു. പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമിനാവശ്യമായ പരിശീലനങ്ങൾ നൽകും. പഞ്ചായത്ത് ലെവൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ദുരന്ത ലഘൂകരണത്തിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ആരംഭിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ പറഞ്ഞു. വുഡ് കട്ടർ, JCB, ബോട്ട്, ആംബുലൻസ്, മുങ്ങൽ, നീന്തൽ വിദഗ്ധർ എന്നിവരെ ഉറപ്പാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള ക്വാറികൾ, ട്രെക്കിംഗ് പ്രവൃത്തികൾ തുടങ്ങിയവ നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി. തൊഴിലുറപ്പ് പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അപകട ഭീഷണിയില്ലെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളിലെ കെട്ടിടങ്ങളും പരിസരവും പാതയോരങ്ങളും അപകട സാധ്യതയില്ലെന്ന് ഉറപ്പാക്കണം. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വില്ലേജ് ഓഫീസർമാരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും കളക്ടർ പറഞ്ഞു. ADM, തഹസിൽദാർമാർ എന്നിവരാണ് കാലവർഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നത്. ADM P. അഖിൽ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP പ്രസന്നകുമാരി, UP താഹിറ യൂസഫ്, ഗിരിജ മോഹൻ, CV പ്രമീള, മുരളി പയ്യങ്ങാനം, M. കുമാരൻ, P. ശ്രീജ, TK രവി, MG അജിത് കുമാർ, K. ഗോപാലകൃഷ്ണ, P. ലക്ഷ്മി, B. ശാന്ത, സുന്ദര R. ഷെട്ടി, VK ബാവ, അഡ്വക്കേറ്റ് പിയൂഷ, S. പ്രീത, ഗാദർ ബദരിയ, PV മുഹമ്മദ് അസ്ലം, TK നാരായണൻ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.